ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു ചെടിച്ചട്ടിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടിച്ചട്ടിയുടെ അതേ രീതിയിൽ അതുപയോഗിച്ച് ധാരാളം ചെടിച്ചട്ടികൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ചെടിച്ചട്ടിയുടെ ഉള്ളിൻ്റെ അളവെല്ലാം എടുത്തിട്ടുണ്ട്. വീതി എല്ലാം 1 ഇഞ്ച് കുറച്ചാണ് പൊക്കവും വീതിയെല്ലാം എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു തെർമോക്കോളിൽ മാർക്ക് ചെയ്ത് എല്ലാം 1 ഇഞ്ച് കുറച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡും 1/2 ഇഞ്ച് വീതം നമുക്ക് സിമൻറ്റിൻ്റെ കനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ 4 പീസും ഞാൻ പശ ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഫെവിക്കോളാണ് ഉപയോഗിച്ചത്. അപ്പോൾ 4ഉം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അടിയിലത്തെ ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച തെർമോക്കോളെല്ലാം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റാം. നല്ല വൃത്തി പ്ലാസ്റ്റിക് കവർ കൊണ്ട് ടാപ്പ് ഉപയോഗിച്ച് ചുറ്റി എല്ലാ സൈഡും മടക്കി അകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടിയിലത്തെ പീസ് എടുത്ത് വെച്ച് ഈ ചെടിച്ചട്ടിയുടെ അകത്ത് ആദ്യം ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ എൻജിൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടി ഊരി വരും. എൻജിൻ ഓയിൽ എല്ലാ സൈഡും നല്ല വൃത്തി തേച്ച് പിടിപ്പിക്കണം. എന്നാലും പെട്ടെന്ന് ഊരി വരുമത്തുള്ളൂ. അതിനുശേഷം അതിൻ്റെ സൈഡിൽ 4 സൈഡിൽ കാലുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല ഗ്രൗട്ട് കലക്കി സിമൻറ്റ് കലക്കി ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം കാല് പെട്ടെന്ന് ഒടിഞ്ഞു നോക്കില്ല. ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തത്, ഞാൻ സിമൻറ്റ് 1 മണൽ 1 ആ കണക്കിനാണ് എടുത്തേക്കുന്നത്. അപ്പം അത് മിക്സ് ചെയ്ത് അടിയിൽ ഒരു 1/2 ഇഞ്ച് കനത്തിന് നിരത്തി കൊടുക്കാം. നല്ലവണ്ണം നിരന്ന് കിട്ടുന്ന തറയിലൊന്ന് ചെടിച്ചട്ടി എടുത്ത് 2 തട്ട് കെട്ടിയാൽ മതി. എന്നിട്ട് ആ തെർമോക്കോൾ ബോക്സ് നമുക്ക് കറക്റ്റ് അളവിന് അതിനകത്ത് മണ്ണോ മണലോ എന്തെങ്കിലും നിറച്ച് വെയിറ്റ് മേലോട്ട് പൊങ്ങി വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ 4 സൈഡും സിമൻറ്റിനോടൊപ്പം ചിലപ്പോൾ പൊങ്ങി വരും. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം ചാന്ത് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തത് നല്ലവണ്ണം ലൂസിന് 4 സൈഡും നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തം ഫില്ലായ ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ എല്ലാ സൈഡിലിരിക്കുന്ന സിമൻറ്റ് മൊത്തം ഒരു വേസ്റ്റ് തുണിയോ വേസ്റ്റ് എന്തെങ്കിലും കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഒരു ദിവസം പിറ്റേന്ന് ഒരു ബക്കറ്റിലോ എന്തെങ്കിലും നല്ല വെള്ളത്തിൽ മുക്കി വയ്ക്കണം. അപ്പോൾ ഇരുന്ന് നല്ല സെറ്റാവും. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഒരു ദിവസം എടുത്ത് ചെറുതായിട്ട് വെള്ളം തെളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്
ഇതിനകത്തുള്ളത് എടുക്കുന്നതാണ് നല്ലത്. അപ്പം സൈഡൊന്നും പൊട്ടിപ്പോകത്തില്ല, പെട്ടെന്ന് ഊരി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി 2 ദിവസം കഴിഞ്ഞ് ഇനി നമുക്കതിനെ ഇളക്കാം. അതിന് മുമ്പ് അകത്തുള്ള കവറൊക്കെ ഒന്ന് നല്ല ലൂസാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് എൻജിൻ ഓയിലിൻ്റെ വേസ്റ്റ് മൊത്തം നല്ല വൃത്തി ഒഴിക്കുക. അപ്പോൾ അകത്തോട്ട് ചെറുതായിട്ട് ഇറങ്ങും. 4 സൈഡും നല്ല രീതിയിൽ ഓയിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ച ശേഷം എന്തായാലും കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പം ഓയിൽ അകത്തോട്ടൊന്ന് ഇറങ്ങിക്കോളും. എന്നിട്ട് നമുക്ക് നല്ല മണലിൻ്റെ വണ്ടയില ചട്ടിയിൽ മണൽ നിറച്ചിട്ട് അതിൻ്റെ മേലോട്ട് കമത്തി അതൊക്കെ പൊക്കിയെടുത്താൽ മതി. ഉള്ള ചെടി ഇതാ ഊരി വന്നു. ഇനി നല്ലോണം സോപ്പ് ഉപയോഗിച്ച് ആ ഓയിലെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പെയിൻറ്റോ മറ്റോ അടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിടിക്കത്തില്ല. അപ്പോൾ നല്ലോണം സോപ്പോ സർഫോ എന്തെങ്കിലും കൊണ്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കഴുകി വൃത്തിയാക്കിയ ചെടിച്ചട്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഇച്ചിരി ഭംഗിക്ക് വേണ്ടി ഒരു പൈപ്പ് അടിച്ചു കൊടുക്കും. ഒരു പൈപ്പിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് അപ്പം നമ്മുടെ ചെടിച്ചട്ടി ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.